കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പ്രോഗ്രാമിന്റെ വരെ ഭാവിയെ പറ്റിയിട്ട് പറയാൻ പോലും കഴിവുള്ള ഒരാളാണ്. ഞാനൊരു പ്രവചനം നടത്താം. അടുത്ത സിനിമ ചേട്ടൻ്റെതായിരിക്കും എന്ന് എന്റെ ജ്ഞാനദൃഷ്ടി. എന്റെ സംവിധാനം നീളുന്നത് അതുകൊണ്ടാണോ എന്ന് എനിക്ക് മമ്മൂക്കയാണ് എൻ്റെ ആരാധന കഥാപാത്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഈ ബുക്ക് എനിക്ക് സർപ്രൈസായിട്ട് കൊണ്ടു തന്നതാണ്. എന്നെയും എൻ്റെ മക്കളെയും കൈക്കുമ്പിളിലെടുത്ത് ഒരു സ്വർഗം പോലെ ദേവേട്ടനാക്കി എന്നുള്ള സത്യം. 2-2.5 വയസ്സിന് ശേഷം നമ്മൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുമ്പോഴാണ് അവന് ഈ ഒരു ഓട്ടിസമാണെന്നറിയുന്നത്. പ്രണയം മാത്രമല്ല ജീവിതം, സാക്രിഫൈസും കൂടെയാണ് കാണിച്ചു തന്ന ചേച്ചിയാണ്. കൃത്യമായിട്ട് വളർത്താൻ കഴിവുള്ളവരുടെ ഇടയിലാണ് തന്നിരിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. Ice cream, love has many flavors and Nice Tea co-presents Yanum Endalum, co-powered by Pooja Ragni, cosmetic partner, Dazzler Eterna, way to stardom. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഗംഭീര എപ്പിസോഡ് തുടങ്ങാൻ പോവാ. ദിലീപേട്ടാ, ജോണി ചേട്ടാ, നിത്യ റെഡി അല്ലേ? അടുത്ത പേരിനെ ഇൻവൈറ്റ് ചെയ്യാനും ഇങ്ങോട്ടേക്ക് എത്തുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 പേരാണ്. സി കേരളത്തിന്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ് പരമ്പരയായ മിസസ് ഹിറ്റ്ലറിലെ നായികമാരായ അരുൺ ആൻഡ് മേഘ്ന. അപ്പൊ വെൽക്കം ടു ദ ഫാമിലി. നിങ്ങൾ ഓൾറെഡി ഫാമിലിയിലുള്ള ആൾക്കാരാണ്. ഓൾറെഡി കുറെ നാളായിട്ട് ഈ ഫാമിലിയുടെ മെമ്പേഴ്സ് ആണ്. പക്ഷെ ഇപ്പൊ വന്നപ്പോ ഭയങ്കര സ്നേഹത്തിലൊക്കെ ഉള്ള വന്നത്. ശരിക്കും അവിടെ അത്ര വലിയ സ്നേഹം ഇല്ലെന്നാണ് എന്റെ അറിവ്, അല്ലേ? അല്ല, ഇതിപ്പോ നമ്മളൊരു റിയൽ കപ്പിൾസിനെ പറ്റിയിട്ടുള്ള ഷോ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഞങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്തിട്ട് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും കൂടെ ആയിട്ട് അങ്ങനെ വരാന്ന് വിചാരിച്ചു. വെരി ഗുഡ് ഡിസിഷൻ. അപ്പം ആരെയാ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാലോ അല്ലെ നിങ്ങൾക്ക്? അറിയാം. യെസ്. അപ്പൊ സ്നേഹത്തോടെ അവരെങ്ങോട്ട് വിളിച്ചോളൂ. ഞങ്ങളും അറിയാൻ വേണ്ടി ആരാ വരാൻ പോണേന്ന്. അടുത്ത വരാൻ പോകുന്ന ആളെ എനിക്ക് തോന്നുന്നു നമ്മൾ ടെലിവിഷൻ ആർട്ടിസ്റ്റിനെയും അതുപോലെ മൂവി ആർട്ടിസ്റ്റിനൊക്കെ ഫാൻ പേജസ് കണ്ടിട്ടുണ്ടാവും, അവരുടെ ട്രോൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, അവരുടെ ഫാൻ മെയ്ഡ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ പറയുന്ന വ്യക്തി ഇതിലൊന്നും പെടുന്ന ആളല്ലെങ്കിലും നമ്മൾക്കെല്ലാം വളരെ സുപരിചിതനാണ്. അതുപോലെ ഒരുപാട് ഫാൻ പേജസ് ഉണ്ട്, ഒരുപാട് ഫാൻ ഫോളോയിങ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെയും ഞങ്ങളുടെയും ഈ പ്രോഗ്രാമിന്റെ വരെ ഭാവിയെ പറ്റിയിട്ട് പറയാൻ പോലും കഴിവുള്ള ഒരാളാണ് നമ്മുടെ സ്വന്തം ഹരിച്ചേട്ടൻ. ഹരി പത്തനാപുരം ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹരിച്ചേട്ടനെ വെൽക്കം ചെയ്യാം. അതോടൊപ്പം ചേട്ടന്റെ ലൈഫ് പാർട്ട്ണർ സബിത ചേച്ചി അഡ്വക്കേറ്റ് ആണ്. ചേച്ചിയെ സ്വാഗതം. യെസ്, അങ്ങനെ നമ്മുടെ അടുത്ത താര ജോഡികൾ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഹരിചേട്ടാ ആൻഡ് സബിത ചേച്ചി, നമസ്കാരം. വെൽക്കം ടു ദ ഫാമിലി. താങ്ക് യു.
വല്ലതും ചോദിച്ചറിയാനുണ്ടോ? ഞങ്ങളുടെ സീരിയലില് വിഷുവിന്റെ എപ്പിസോഡിന്റെ ഭാഗമായിട്ട് ഹരിച്ചേട്ടനായിട്ട് കുറച്ച് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. വളരെ നല്ലൊരു മൊമെന്റ്സ് ആയിരുന്നു. കുറെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും, അതായത് നമ്മൾ പൊതുവെ ഒരു ജോത്സ്യന്റെ അടുത്ത് പോയി സംസാരിക്കുന്ന ഒരു പാറ്റേണേ അല്ല. അപ്പൊ കുറച്ചുകൂടെ ഫ്രാങ്ക് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന. എനിക്ക് അന്നാണ് മനസ്സിലായത് ഇവര് രണ്ടുപേരും തമ്മിൽ നല്ലൊരു വേവ് ലെങ്ത് ഉണ്ടെന്ന്. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ സീറ്റിലേക്ക് ഇരിക്കാം. അപ്പൊ കോൺസെപ്റ്റുകളെ പൊളിച്ചെടുക്കലാണ് നമ്മുടെ മെയിൻ എന്ന് തോന്നുന്നു, ആണോ? കുറെ നമ്മൾ ഈ പണ്ട് മുതലേ കണ്ടുവരുന്ന ചില കാര്യങ്ങൾ പൊളിച്ചെടുക്കാന്ന് വെച്ചാൽ അതിന്റെ റിയാലിറ്റി പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ റിയാലിറ്റി ഷോയിലും വന്ന് നിൽക്കുന്നത്. മാരേജിന്റെ ബിഹൈൻഡിലുള്ള കുറെ റിയാലിറ്റീസ് ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ദിലീപേട്ടാ, വേണ്ട പോലെ പരിചയം ഉണ്ടോ? ആദ്യമായിട്ടായിരിക്കും ഒരു ആസ്ട്രോളജർ, ഒരു ജ്യോത്സ്യൻ കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ശരിക്കും വിത്ത് ഫാമിലി. ഈ ഷോ ഉണ്ടല്ലോ, ഞാനും എന്റെ ആളും, ഇതിന്റെ ഒരു ഭാവി ഒന്ന് പ്രവചിക്കാം. ഇതിന്റെ ഭാവി പ്രവചിക്കണമെങ്കിൽ ഒന്ന് ഇതിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയം കിട്ടണം. ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയ സമയത്തിന്റെ എന്നാണെന്നുള്ളത് കിട്ടണം. ഇതിന്റെ മെറ്റീരിയൽസിന്റെ എല്ലാം മാനുഫാക്ചറിംഗ് ഡേറ്റ് കിട്ടണം. അങ്ങനെയാണ് ഞാൻ പ്രവചിച്ചേക്കാം. ഒന്നും പറയാനില്ല, കാരണം ഇത്ര ആൾക്കാരെ ജാഥ എനിക്ക് തപ്പിക്കൊണ്ടിരാൻ പറ്റൂല. നമ്മൾ പ്രാർത്ഥിക്കുന്നു ഷോ ഗംഭീരാവട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ. അതൊരു പ്രവചനം നടത്തിയേക്കാം. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി, ആളുകൾ ഏറ്റവും കൂടുതൽ ദിലീപേട്ടൻ പലപ്പോഴും പറയാറുള്ള മറ്റുള്ളവരുടെ ഒരു കുറ്റമോ കുറവോ ഉണ്ടോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പൊതുവില് നമ്മുടെയൊക്കെ ആളുകളുടെ ഒരു ജിജ്ഞാസ. അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടെത്താം. നമ്മുടെ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടെന്ന് ഇവർ ചിന്തിക്കില്ല. അപ്പോൾ ആ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഇത് കാണാനുള്ള വലിയൊരു ആഗ്രഹം, ആകാംക്ഷ ഉണ്ടാവും. ആ ആകാംക്ഷ നമ്മളുടെ ചാനലിന്റെ ഈ ഒരു പ്രോഗ്രാമിലെ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ജിജ്ഞാസ എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പൊ തന്നെ എന്റെ ലൈഫിൽ തന്നെ പല കാര്യങ്ങളും ഞാൻ അറിയുന്നത് സോഷ്യൽ മീഡിയയും ഓൺലൈനിലൂടെയാണ്. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അറിയണു എന്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചു എന്ന് പറയുന്നത്. ഞാനും എന്റെ മോള് മാത്രം അറിഞ്ഞു. അപ്പൊ ശരിക്കും ദിലീപേട്ടനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. ദൈവത്തോർത്ത് എന്നോട് ചോദ്യം ചേട്ടാ, എനിക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു ഉപദേശവും കൂടെ അധികം കിട്ടും. ഇങ്ങനൊക്കെ ചേട്ടന്റെ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞറിയുമ്പോൾ ഇങ്ങനെ കൂളായിട്ട് പലകര പറ്റില്ലേ? നമ്മള് കൂടുതൽ കോമഡി പടങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താ പറയാ, നമ്മൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വേറെ ആൾക്കാർ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ വേറെ ആൾക്കാർ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് പുതിയൊരു അറിവാണ്. നമുക്ക് വേറെ അങ്ങ് പോയി പഠിച്ചാൽ കിട്ടാത്ത ഒരു അറിവാണ്. ജോൺ ചേട്ടാ, നമുക്ക് ഇവരെ കുറിച്ച് കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടേക്കുള്ള യാത്ര കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്ക് ഇവരുടെ പ്രൊഫൈൽ ഒന്ന് കണ്ടിട്ട് വരാം. ചേട്ടാ, നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് വൈഫ് പറയുന്നത് മാത്രം കേൾക്കുന്നു, മാത്രം വീട്ടിൽ നടക്കുന്നു എന്നുള്ളതാണ്. വിളിക്കുന്നിടത്ത് ചെല്ലണം എന്നൊക്കെയുള്ള ഒരു കാര്യത്തിൽ അതിൽ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആവണം. അങ്ങനെ വിളിച്ചാൽ ഉടൻ ചെല്ലുക എന്നുള്ളൊരു സ്റ്റാൻഡൊന്നും വേണ്ട. കുറച്ചുകൂടി മാനസികമായിട്ടും മറ്റൊരു ധൈര്യമൊക്കെ ആയിട്ട് ആ ഒരു നമ്മളുടേതായ ഒരു ആർജവത്തോടു കൂടി നിൽക്കാനുള്ളൊരു കഴിവ് കൂടി, അല്ല വിളിച്ചാൽ ഉടൻ ചെല്ലുക എന്നുള്ളൊരു സാധനം ചെയ്യുന്നത് ശരിയാണെന്നൊരു അഭിപ്രായം എന്നെ സംബന്ധിച്ച് ജ്യോതിഷപ്രകാരം പറയാനില്ല. കുറച്ചൊക്കെ നിങ്ങൾ പറയുന്നത് നടക്കണം. നമ്മളും ആ തരത്തിലൊരു സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ എടുക്കേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെ എടുക്കുകയും വേണം. എന്തോ ഞാൻ വൈഫ് വിളിച്ചത്, ഒന്ന് പോയിട്ട് പോരാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. എല്ലാം പറയുന്നത് അതുപോലെ കേൾക്കരുത്. അതല്ലേ ശരിയായിട്ടുള്ളൊരു നിലപാട്, കേട്ടോ? ഇത്ര നേരം കൊണ്ടെടുത്ത് വിളിക്കുവാണ്. നിങ്ങൾക്ക് ചായ വേണ്ടേ? എന്റെ പൊന്നെ, അവിടെ ആളുകൾ ഇരിക്കുന്നില്ല, ഞാൻ നോക്കിക്കൊണ്ടിരിക്കല്ലേ. ചായ ചോദിച്ചു എൻ്റെ അടുത്ത്. ഇതാണ് അഡ്വക്കേറ്റ് സബിത മോഹൻ. ഞാനും എൻ്റെ ആളിലെയും എൻ്റെ ആൾ. കണ്ണനും കൾവൻ താൻ കണ്ണാനീ കണ്ണൻ താൻ കണ്ണോരം കാതൽ വലി വീസുവാൻ ആഴിയலை போல வந்தாய் உன் சுழலில் தொலைந்தேன் நான் உன் குழலின் மாயம் கொண்டே என் மனதை நீ வென்றாய். അല്ലെ, എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ ഈ ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര
കൗതുകം തോന്നിയൊരു കാര്യമാണ് ഹരിച്ചേട്ടൻ എങ്ങനെ ഇതിനകത്തേക്ക് വന്നു എന്നുള്ളത്. ഞാൻ ഇവരുടെ ടീമിന്റെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തു, ശരിക്കും പുള്ളി ഉണ്ടോ? അപ്പൊ അവർ പറഞ്ഞു ഉണ്ട്. അപ്പൊ പ്രേക്ഷകർക്കും ആ ഒരു ചോദ്യം ഉണ്ടായിരിക്കും, എങ്ങനെ ഇതിലേക്ക് വന്നു? ശരിക്കും ഈ നമ്മള് ഇപ്പം പലരെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട്, ഇവർ ഇങ്ങനെ ആകാൻ പാടുള്ളൂ എന്നുള്ളൊരു ധാരണ. എന്റെ ഈ പ്രോഗ്രാമിൻ്റെത് പലതും ഈ സ്റ്റാറ്റസ് ആക്കി എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, ആരോ ചോദിച്ചു അത്രേ, ഈ ജോത്സ്യന് റൊമാൻസ് ഒക്കെ ഉണ്ടോ? ജോത്സ്യന് റൊമാൻസ് പറ്റില്ലേ? അപ്പൊ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ പച്ചയായ മനുഷ്യനാണ്. ഇങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ നോക്കി നോക്കി അവരിങ്ങനെ ആക്കാവൂ, ഇങ്ങനെ ഉണ്ടെങ്കിലേ അവർക്ക് ഈ പ്രൊഫഷനിൽ ശോഭിക്കാൻ കഴിയൂ എന്ന് ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു വിലയിടലുണ്ട്. ആ വിലയിടൽ ഒന്ന് പൊളിക്കുക എന്നുള്ളതാണ് എന്റെ അർത്ഥം. കാരണം ഞാനൊരു ആസ്ട്രോളജറാണ്, അടിമുടി ജോത്സ്യനാണ്, ജീവിതകാലം മൊത്തം അങ്ങനെയായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് റൊമാൻസ് ഉണ്ടാവും, എനിക്ക് സെന്റിമെന്റ്സ് ഉണ്ടാവും, എനിക്ക് ഇമോഷൻസ് ഉണ്ടാവും. അതൊന്ന് തുറന്നു കാട്ടുക എന്നുള്ളതാണ്. വക്കീലിന് എന്താ പറയാനുള്ളത്? വക്കീല് അല്ല, സത്യത്തില് ഈ എനിക്ക് ക്യാമറയുടെ മുൻപിലോട്ടൊന്നും വരാനൊന്നും എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. അപ്പം ഹരിയണ്ണനെ ഇതിനെക്കുറിച്ച് നിർബന്ധിച്ചു. അപ്പം എനിക്ക് എൻ്റെ ജോലി എന്ന് പറയുന്നത് വക്കീൽ പ്രൊഫഷനാണ്. അപ്പം ഞാൻ 18-19 വർഷം കൊണ്ട് ഞാൻ ഈ വക്കീൽ പണിയും കൊണ്ട് നടക്കുവാണ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രൊഫഷനാണ് അത്. അപ്പം അത് വിട്ട് കളഞ്ഞ് ഒരു ഓഫീസുണ്ട്, അപ്പം ഓഫീസൊക്കെ കളഞ്ഞിട്ട് വരാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ ഇത് ഒരുപാട് എന്നെ നിർബന്ധിച്ചു. അങ്ങനെ നിർബന്ധിച്ചതിന്റെ പിറകെ നിർബന്ധത്തിന് പിറകെ ഞാനിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇഷ്ടമായി. എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് എന്റെ പ്രൊഫഷനോടാണ് താല്പര്യം. കാര്യം ഞാൻ പറഞ്ഞിട്ട്, പണ്ട് ഞാൻ ഈ പഠിക്കുന്ന സമയത്ത്, അതായത് ഹൈസ്കൂൾ പഠന സമയത്തൊക്കെ എനിക്ക് ഈ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹവും ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ഈ റൂമിന്റെ ഭിത്തിയിലെല്ലാം ഞാൻ അരവിന്ദ് സ്വാമിയുടെ പടം പിന്നെ അതുപോലെ ഇരിക്കുന്ന ഒരാളെ കിട്ടിയപ്പോ മാറ്റിയിട്ട് ഭിത്തി മൊത്തം എന്റെ പടമാക്കി കേട്ടോ. എന്തായാലും ഒരു സൗന്ദര്യമുള്ള ഒരാൾ വേണം, അത്രേ ഉള്ളൂ. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോ ആ ഒരു ആഗ്രഹമൊക്കെ അങ്ങ് മാറി. എന്തായാലും ഈ ഷോയിൽ വന്നതിൽ അതീവ ഇപ്പം നല്ല സന്തോഷമുണ്ട്. എല്ലാവർക്കും അറിയാൻ കൗതുകമുള്ള ഒരു കാര്യമായിരിക്കും. ഞാൻ ചോദിക്കണോ? ജോലിച്ചേട്ടാ ചോദിക്കുന്നോ? ജാതകം നോക്കിയാണോ കല്യാണം കഴിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ കോടതി വരാന്തയിൽ വെച്ചാണ് കാണുന്നത്. എന്റെ ഇളയാളുടെ അവൻ വാദിയായിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. അത് സബിതയുടെ ഓഫീസിലായിരുന്നു. സബിത ജൂനിയർ അഡ്വക്കേറ്റ് ആണ്. അപ്പൊ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്താണ് ഞങ്ങൾ കാണുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഇഷ്ടമായി, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, പ്രപ്പോസ് ചെയ്തു. എന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണല്ലോ, ഉള്ള കാര്യം പറയാന്നുള്ളത്. അപ്പോൾ അതിനുശേഷമാണ്, അപ്പൊ ഞങ്ങളൊരു പാരമ്പര്യമായ ജ്യോതിഷ കുടുംബമാണ്. എൻ്റെ അച്ഛനും അപ്പൂപ്പനും എല്ലാം ജ്യോത്സ്യന്മാരാണ്. ഇത് പ്രപ്പോസ് ചെയ്തപ്പം സബിതയുടെ വീട്ടിൽ നിന്ന് പോയി നോക്കിച്ചപ്പോൾ ഇത് മധ്യമരഞ്ജു എന്ന് പറയുന്ന ഒരു ദോഷമാണ്. അതായത് ഭരണി, മകയിരം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഇത്രയും നാളുകൾ തമ്മിൽ, നെഞ്ചത്ത് കൈവെക്കണ്ട, ഇത്രയും നാളുകൾ തമ്മിൽ യോജിപ്പിക്കാൻ പാടില്ല എന്ന് ജ്യോതിഷത്തിലൊരു നിയമമുണ്ട്. അപ്പൊ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഡാ ഇതെങ്ങനെ നടക്കും, ഇത് മധ്യമരഞ്ജുവാണ്, വൈദവ്യമർത്ഥനാശം ജ സ്ഥാനഭ്രംശം സുദക്ഷയം നിധനം. മനസ്സിലായില്ലല്ലോ? മനസ്സിലാവരുത്. അപ്പോ വൈദവ്യം പോലും സംഭവിക്കാം, അർത്ഥനാശം ഉണ്ടാകാം, കുട്ടികൾ ഉണ്ടാകാതിരിക്കാം എന്ന അച്ഛൻ ഇങ്ങോട്ടൊരു പദ്യം. അപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ടൊരു പദ്യം. അച്ഛാ, ഗണ്ണാന്താൽ സമനാടികം യതിഭവേ വേദസ്തു ദുർമൃത്യുതോ തത്തം മധ്യമരഞ്ജു വച്ച മൃതിതാ താരാദ്വയം പുംശ്രിയോ ഗണ്ണാന്തന്തു യദന്തരാളമുഭയോ മൂലേന്ദ്രയോ രശ്വനി രേവത്യോ പിതൃസാർപ്പയോ ച ഭവിത സന്ധിത്രയോ ജാതകെ എന്നൊരു പദ്യം കൂടി ഇല്ലേ അച്ഛാ? മറ്റേ ഹിസൈനസ് അബ്ദുള്ളയിൽ മോഹൻലാലും കൈതപ്പുറം തമ്മിലുള്ളതുപോലെ അച്ഛൻ ഇങ്ങോട്ടൊരു പദ്യം എടുത്തു, അങ്ങോട്ടൊരു പദ്യം എടുത്തു. ചുരുക്കം പറഞ്ഞാൽ കല്യാണം നടന്നു. 10 ദിവസം അടിയുണ്ടാവും, 5 ദിവസം മിണ്ടും, 10 ദിവസം അടിയുണ്ടാവും, 5 ദിവസം മിണ്ടും, 2 പിള്ളേരും ഉണ്ട്. മൂർഖനെയാണല്ലോ ചവിട്ടിയത് എന്ന് പറഞ്ഞ അവസ്ഥ ഞാൻ വെറുതെ ചോദിക്കണ്ടായിരുന്നു. ഞാനൊന്ന് ഒരു കാര്യം പ്രവചിക്കട്ടെ. ജോത്സർക്ക് നടനാകാനുള്ള ഭാഗ്യം ഞാൻ കാണും. അത് സത്യമാണ്. ഞാനിപ്പോ എന്റെ ചേട്ടാ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ റീസെന്റ് നവംബറിൽ ഒരു സിനിമയിൽ ഞാൻ ഹരി പത്മനാഭരായിട്ട് തന്നെ അഭിനയിച്ചു. ഇപ്പൊ വരുന്നുണ്ട്. ഇനി അടുത്ത സിനിമ ഞാനൊരു പ്രവചനം നടത്താം. അടുത്ത സിനിമ ചേട്ടൻ്റെതായിരിക്കും എന്ന് എന്റെ ജ്ഞാനദൃഷ്ടിയിൽ തോന്നുന്നുണ്ട്. അത് ഫലിച്ചില്ലെങ്കിൽ ദോഷം. എന്റെ സംവിധാനം നീളുന്നത് അതുകൊണ്ടാണോ എന്ന് എനിക്ക് എന്റെ സംവിധാനം നീളുന്നത് ഇത് വെറുതെ അല്ല. അപ്പൊ ദിലീപിന്റെ പടമായിരിക്കും, കാരണം മോശം തന്നെ ആയിരിക്കും. ചേട്ടാ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ തന്നെ ഇദ്ദേഹത്തിന് വീട്ടിൽ കിട്ടുന്നില്ല, അതുകൊണ്ട് വിളിച്ചോണ്ട് പോരുന്നു. ദിലീപേട്ട ഒരു കാര്യം കൂടെ, ദിലീപേട്ടന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് മാവേലിക്കരയിൽ, കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്, മാവേലിക്കരയിൽ ഒരു കുഞ്ഞ് വയ്യാതെ കിടന്ന ഒരു കുഞ്ഞിനെ ഒരു അമ്മ, എനിക്കൊന്ന് അനാഥയായ ഒരു കുഞ്ഞിനെ അമ്മ എടുത്തു വളർത്തി. ഒരു വികലാംഗയാണെന്ന് തോന്നുന്നു, വികലാംഗ എന്ന് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല. വൈകല്യമുള്ള ഒരു കുട്ടി, ആ കുട്ടിയെ എടുത്തു വളർത്തി അവർ വളരെ കഷ്ടപ്പെട്ട്
വീടില്ലാതിരുന്ന ഒരു കാലത്ത് ദിലീപേട്ടൻ അവർക്കൊരു വീട് വെച്ചു കൊടുത്തു മാവേലിക്കരയിൽ. അന്ന് നമ്മൾ ഒന്നിച്ചാണ് ആ വീടിന്റെ ഗൃഹപ്രവേശ ചടങ്ങിൽ പങ്കെടുത്തത്. ദിലീപേട്ടൻ ഓർമ്മയുണ്ടോ? നമ്മൾ അതെ അതെ തിരിച്ചൊരു ഹോട്ടലിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോവുകയൊക്കെ ചെയ്തു. ആ ഒരു അമ്മ ഇപ്പോഴും എനിക്കൊന്നൊരു കെടാവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് അങ്ങേ ഇപ്പോഴും അതുപോലുള്ള ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന. അല്ല, ഇത് ഇപ്പം ഞാൻ ദിലീപ് ഇരിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിപ്പം ഒരു പുകഴ്ത്തലോ സത്യം പറയണമല്ലോ. ഇപ്പം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാം, എൻ്റെ കെയർ ഓഫിൽ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട് ചങ്ങനാശ്ശേരിയാണ്. അവിടെ കറുകച്ചാലെന്നൊരു ബസ് സ്റ്റാൻഡുണ്ട്. ബസ് സ്റ്റാൻഡിൽ നിന്നൊരു ഡ്രൈവർ നിറയെ ആളുമായിട്ട് വണ്ടി എടുത്ത് പുറത്തോട്ട് പോകുന്ന വഴിക്ക് പെട്ടെന്ന് പുള്ളിക്ക് ഹാർട്ടിന് ഇത് വന്നു. പുള്ളി വണ്ടി കൊണ്ട് നിർത്തി സ്റ്റിയറിംഗ് പണി കൊടുക്കാൻ പോവാണ്. സന്തോഷം. ഞങ്ങൾ ഒരു ചെറിയ പണി കൊടുക്കട്ടെ. പുള്ളി എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പണി കൊടുക്കും. ഞാൻ വെച്ചു ഹാപ്പി ആയിട്ട് കളയുണ്ടാന്നാ പറയുന്നത്. മുഖത്ത് ഇങ്ങനെ ചിരി, എപ്പോഴും ചിരി. ചെറിയ ഒരു പണി. ഹാപ്പിയായി. പ്രോപ്പർട്ടി വരട്ടെ. പ്രോപ്പർട്ടി നമ്മൾ ഈ ചില സിനിമയിലെ ചില സിറ്റുവേഷൻസ് ഒക്കെ കാണുമ്പോൾ ഭർത്താവ് ഭാര്യയോട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോടൊക്കെ സ്നേഹം കാണിച്ചു കൊടുക്കുന്ന ചില മൊമെന്റ് ഒക്കെ വരും. അപ്പൊ നമുക്കിങ്ങനെ ഗൂസ് ബംസ് ഒക്കെ വരും. ഇത് കണ്ടിട്ട് ഓ എന്റെ ദൈവമേ ഇത് റിയാലിറ്റിയിലായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മളങ്ങനെ വിചാരിക്കാറില്ലേ? അതുപോലത്തെ ഒരു സീൻ നമ്മളിപ്പോ കാണിച്ചു തരാവേ. അപ്പൊ അതൊന്ന് ശരിക്കും കണ്ടു കഴിഞ്ഞിട്ട് എന്താ പണിയെന്ന് ഞാൻ പറയാം. അല്ലേ കണ്ടപ്പോ തോന്നിയില്ലേ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നി. കാരണം ആ കുട്ടിക്ക് വെയിറ്റ് ഇത്തിരി കുറവാണ്. മാത്രമല്ല അയാൾ ജിമ്മാണ്. ആ കക്ഷി പ്രഭാസ് ജിമ്മാണ്. 70 കിലോ ഉണ്ട് ഞാൻ. അതുകൊണ്ട് നമുക്ക് ആ സീൻ ഇവിടെ നിന്ന് റീക്രിയേറ്റ് ചെയ്താലോ എന്നാണ് എന്റെ ആലോചന. മുതിർന്നവരെ ചവിട്ടാൻ പാടില്ല കുട്ടി. അങ്ങനെയുണ്ടോ? അണ്ണനെ താങ്ങാൻ പറ്റും. അണ്ണനെ താങ്ങാൻ പറ്റുമോ എനിക്കറിയില്ല. വക്കീലെ കിട്ടണ ചാൻസ് ആണ്. സോഫ്റ്റ് ആയിട്ട് ചവിട്ടി താഴ്ത്ത് കേട്ടോ അഡ്വക്കേറ്റേ, വേദനിപ്പിക്കാതെ ചവിട്ടണേ. ഞാൻ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ആ രണ്ട് കൈ ഇങ്ങനെ വെക്കാതെ ഇങ്ങനെ നിന്ന് കൊടുത്താൽ കുറച്ചുകൂടി ജീവിക്കാൻ പറ്റും. ഇങ്ങനാണെങ്കിൽ റിയാലിറ്റി ഷോയ്ക്ക് വരണ്ടായിരുന്നു എന്ന് തോന്നുന്നു.
ഇതൊരു തുടക്കം മാത്രമാണ്. കേട്ടോ ഇത് വല്ലാത്ത ചതിയായി പോയി കേട്ടോ. അല്ല ഈ ഭാര്യയുടെ പറയോ? അല്ല ഇനി ഭാര്യയുടെ ചവിട്ട് മേടിച്ചു എന്നിങ്ങനെ പറയാൻ സാധ്യതയുണ്ടോ? അത് പിന്നെ സ്ഥിരമായിട്ട് ശീലമായി. അതുകൊണ്ട് കുഴപ്പമില്ല. സവിത പെട്ടെന്ന് ചവിട്ടി കടന്നിട്ട് തൊട്ട് തീർന്നു. ആ അങ്ങനെ വേണം. മധ്യമരഞ്ജുവിൽ ഇങ്ങനെ പറയുന്നുണ്ടോ? ഇതുവരെ വിട്ടില്ലേ? നിങ്ങൾ തമ്മിൽ അതാണോ? ആ പരിഹാരം ഉണ്ട് കുട്ടി, പരിഹാരം ഉണ്ടല്ലേ? അപ്പൊ കുഴപ്പമില്ല. ശരിയാക്കി തരാം. ശരിക്കും അങ്ങനെയുണ്ട്. അങ്ങനെ ഉണ്ട്. അല്ല ആള് പറഞ്ഞില്ലേ മധ്യമരഞ്ജു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ എനിക്കൊരു പേടിയായി. അതുകൊണ്ടാണ് ഞാൻ ഇനി ആളെ വിടില്ല. ചേട്ടാ എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ പിടിക്കുന്നത് ചേട്ടൻ ഇപ്പൊ മനസ്സിലായി? മനസ്സിലായി വരുന്നു. 10 നാളിലുള്ളവർ തമ്മിലല്ലേ? 9. എന്നാ കുഴപ്പമില്ല, 10 ആണെങ്കിൽ നമുക്ക് പ്രശ്നം. എല്ലാവരും നാളെന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതാന്ന് തോന്നുന്നുണ്ട്. ഇവർ രണ്ടുപേരും മിണ്ടായിരിക്കാ ദിലീപേട്ട, ഇവര് വിട്ടിട്ടില്ല. എന്താ നാള്? എന്റെ നാളെ അശ്വതി. അശ്വതി. ഞാൻ മകീരം. ഞങ്ങൾ മധ്യമരഞ്ജു ആണോ? ചേട്ടാ പറഞ്ഞ പോലെ സംഭവിക്കും കേട്ടോ. ഈ ഷോയുടെ അവസാനം അശ്വതി. ഞാനേ ഒരു കാര്യം പറഞ്ഞോട്ടെ. അല്ല ജോണി, ഒരു കാര്യം ഞാൻ പറയാം. അശ്വതി ഇവിടെ വന്നിരുന്നപ്പോ എന്റെ അടുത്ത് ജോണി പറയാണേ, ദിലീപേ നമ്മളന്ന് ഞാൻ ലൊക്കേഷന് വിളിച്ചില്ലേ, അപ്പൊ നമ്മള് സംസാരിച്ചില്ലേ ദേവയാനിയൊക്കെ ഉണ്ടായാലും. ഞാൻ പറഞ്ഞു ദേവയാനി ഉണ്ടായിരുന്നു ആ സിനിമയില്. അല്ല അതിൽ ദേവയാനി എന്താണ് വേഷം? ഞാൻ ചോദിച്ചു നിനക്ക് അതിലെന്താ വേഷം? അല്ല ഞാന് ഈ പണ്ട് മുതലേ എനിക്ക് പ്രണയമുള്ള ഒരാളാണ് ദേവയാനി. ഞാൻ പറഞ്ഞു എടാ എന്റെ ഹീറോയിൻസിനെ മുഴുവൻ നീ മാറിന്ന് പ്രേമിക്കായിരുന്നു. അല്ല ഇത് അശ്വതി നാളുകാരുടെ പൊതു സ്വഭാവമൊന്നും അല്ല, പക്ഷെ ഈ ജാതകം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ ജാതകം അതുമല്ല മദ്യം അടിച്ചിരുന്നിട്ടുമാണ് അത് പരിശോധിച്ചത്. കേട്ടോ ഒരു കാര്യത്തിൽ എനിക്കുണ്ട്, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള ഭാഗ്യം ഇവർ അഡ്വക്കേറ്റിന്റെ ജാതകത്തിൽ ഞാൻ കാണുന്നു. അപ്പൊ once again welcome to the family. Thank you. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്ന ചെയറൊക്കെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അടുത്ത കപ്പിളിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ സി കുടുംബത്തിൽ നിന്ന് മറ്റ് ഒരു കപ്പിൾ എത്തുകയാണ്. കുടുംബശ്രീ ശാരദ എന്ന പരമ്പരയുടെ ഭാഗമായ പ്രബിൻ ആൻഡ് ഹരിത. അപ്പോ ഇനി ആരെയാണ് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്? അതെ, ഒരുപാട് ഗസ്റ്റുകൾ, ഒരുപാട് കണ്ടസ്റ്റൻസിനൊക്കെ നമ്മൾ കണ്ട് പരിചയമാണ്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് എൻ്റെ അല്ല, നമ്മുടെയൊക്കെ ഒരു ചൈൽഡ്ഹുഡ് തൊട്ട് കാണുന്ന ഒരു മുഖം തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ. അതിപ്പോൾ ദൂരദർശനിലാണെങ്കിലും ഒരുപാട് സിനിമകളിലാണെങ്കിലും സീരിയൽസിലാണെങ്കിലും നമ്മൾ ആ മുഖം ഭയങ്കര പരിചിതമായിരിക്കും. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ജോബി ചേട്ടൻ. അതോടൊപ്പം തന്നെ ജോബി ചേട്ടൻ്റെ വൈഫും നമ്മളാരും കാണാത്ത പബ്ലിക് ഓഡിയൻസിലൊന്നും ഇതുവരെ വരാത്ത ജോബി ചേട്ടൻ്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ക്യാരക്ടർ ആയിരിക്കും എന്ന് തന്നെ പറയാം. അപ്പോൾ അവരെ ഞാൻ ക്ഷണിക്കുന്നു. മിസ്സസ് സൂസൻ. ഏത് തമ്പ്രാൻ വന്നാലും മഴയിൽ വീഴും മണല്ല, മഴവിൽ ചാന്ത് തൊട്ടൊരെന്റെ സ്വന്തം മണമകൾ. കൂത്തുകുമ്മിതാക നമ്മുടെ അടുത്ത ഫാമിലി മെമ്പേഴ്സ് ഇവരാണ് ജോബി ചേട്ടനും സൂസൻ ചേച്ചിയും. നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ജീവിത അനുഭവങ്ങളും കഥകളും പറയാനുള്ളവരാണ്. അപ്പൊ ജോബി ചേട്ടാ ഞങ്ങൾ കഥയൊക്കെ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഓ എന്തൊക്കെയോ കരുതി കൂട്ടിയോ വന്നിരിക്കണേ. ചേച്ചി ഇങ്ങനെ തന്നെയാണോ വീട്ടിലും? വീട്ടിൽ ഇതുപോലെ തന്നെയാണ്. ആണോ? അതുപോലെ ഈ വെയിറ്റ് ആൻഡ് സീ പരിപാടികളാണോ? അതൊക്കെ തന്നെ ഉള്ളത്.
നമുക്ക് കൂടുതൽ കഥകളിലേക്ക് പോവാം. താങ്ക് യു സോ മച്ച്. ചേട്ടനെ കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഒരുപാട് സന്തോഷം. പ്രവിനും സരിതയ്ക്കും ഞങ്ങളെ പരിചയപ്പെടുത്തിയതിലും ഒരുപാട് സന്തോഷം. ഓ താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോ ജോബി ചേട്ടാ, ചേച്ചി, നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ഷോയുടെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതിനേക്കാളേറെ ഞങ്ങൾക്കും സന്തോഷം. ഓക്കെ, ഇതെങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ളൊരു അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ ലവ് മാരേജ് ആണോ? തികച്ചും അറേഞ്ച്ഡ് മാരേജ് തന്നെ. ഓക്കെ. എനിക്ക് ഒരുപാട് സന്തോഷമെന്ന് പറയാൻ കാരണം അടുക്കളയിൽ നിന്നും ഞാനിപ്പോ ഇങ്ങനെ അരങ്ങിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് അങ്ങനെ ഒരു ചാൻസ് ഒപ്പിച്ചു തന്ന ഇവിടെ ചാനലിലെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദിയാണ്. ചേച്ചി, എങ്ങനെയായിരുന്നു ഒരു കല്യാണം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പെണ്ണ് കാണലിന് വന്നു അങ്ങനെയാണ്? അപ്പൊ വരുമ്പോഴും അറിയായിരുന്നോ സിനിമാക്കാരനാണ് വരുന്നത്? അതൊക്കെ അറിയുമായിരുന്നോ? ചേട്ടൻ അന്നേ സ്റ്റാർ ആണല്ലോ. എനിക്ക് നേരത്തെ അറിയില്ല. കാരണം വെച്ചാൽ നമുക്ക് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അന്ന് ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഫസ്റ്റ് കിട്ടുന്ന ഫോട്ടോസൊക്കെ പത്രത്തിൽ വരുമല്ലോ. അങ്ങനെ ഞാനിങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് പത്രത്തിലൂടെ. ഞാൻ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭ ആയിരുന്നപ്പോ പത്രത്തില് ഫോട്ടോസ് വന്നപ്പോ അന്ന് ഇവളെ എന്നെ ആര് വിളിച്ച് കാണിച്ചു? എൻ്റെ മാമൻ. എന്ന് വെച്ചാൽ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് രാവിലെ ഇങ്ങനെ പത്രം വായിച്ചിട്ട് മാമ ഇരിക്കുന്നുണ്ട്, ഞാനിങ്ങനെ മുറ്റം തൂത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴും വന്നിട്ട് എന്നോട് പറയുകയാണ്, ഇത് അറിയാമോ ഇപ്പോഴത്തെ കലോത്സവത്തിന് പ്രച്ഛന്ന വേഷം അഭിനയിച്ച് 1ാം സ്ഥാനം നേടിയ വാമനായിട്ട് 1ാം സ്ഥാനം നേടിയ ആളാണിതാ ഇരിക്കുന്നത്. അപ്പൊ നമുക്കറിയില്ല ഇത് ജോബി ചേട്ടനാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ ഞാനിങ്ങനെ കൗതുകത്തോടെ വാമനായിട്ട് കണ്ടു, വിശ്വരൂപം പിന്നെയല്ലേ അറിഞ്ഞത്. അന്നിങ്ങനെ കൗതുകത്തോടെ നോക്കി പറയാ ഇപ്പോഴത്തെ ഈ വർഷത്തെ കലാപ്രതിഭയാണ്. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങള് ഈ കുഞ്ഞമ്മയും കൂട്ടുകാരും എന്ന് പറഞ്ഞിട്ടൊരു സീരിയല്, അതില് ദൂരദർശനിലൊക്കെ ഈ സീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 എപ്പിസോഡ് അങ്ങനത്തെ ഒക്കെ. ഈ ആ സമയത്താണ് ഈ 13 എപ്പിസോഡ് സീരിയല്. അപ്പൊ നമ്മുടെ ഈ കുഗ്രാമത്തിലൊന്നും TV ഒന്നും ഇല്ലല്ലോ. അപ്പൊ എൻ്റെ ഒരു മാമി തൊട്ടടുത്ത് താമസിക്കും, ഗീത മാമി, അവരുടെ വീട്ടിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഒക്കെ ഉണ്ട്. അപ്പം അന്നൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ. അപ്പൊ ഞാനാണെങ്കിൽ എന്നും ഈ ദിവസം ആകുമ്പോ നമ്മൾ ഈ സീരിയൽ കാണാൻ വേണ്ടിട്ട് പോയിരിക്കാം. എനിക്ക് നല്ലൊരു നിറമുണ്ടടി, നിറത്തിൽ കണ്ടിട്ടില്ല, മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റാ. അങ്ങനെ കാണാനൊക്കെ പോകുമായിരുന്നു. പിന്നെ കാണുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. 7ാം ക്ലാസ് തൊട്ടുള്ള കാര്യം ഓർമ്മയുണ്ടെന്നുള്ളതാണ് രസം. അത് ഭയങ്കര രസമുണ്ട്. ഞങ്ങളുടെ വീട്ടില് സഹായത്തിനൊരു ചേച്ചി ഉണ്ടായിരുന്നു, എന്റെ കുട്ടിക്കാലത്തെ എണ്ണ ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടിലോട്ട് അവളുടെ നാട്ടിൽ പോയിട്ട് വരുമ്പോ പറയും, നിന്നെ ഒരു കുട്ടി അന്വേഷിച്ചു. അപ്പൊ ഞാൻ ആദ്യം എനിക്കൊരു ചമ്മല് ആദ്യമൊക്കെ കേട്ടപ്പോ ഒരു ചമ്മലായിരുന്നു. പിന്നെ ഇതാരാണ് അന്വേഷിക്കുന്നത്? നിന്നെ ഇപ്രാവശ്യം പോയപ്പോഴും നിന്നെ അന്വേഷിച്ചു, നിന്റെ കാര്യങ്ങൾ കുറെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴും പിന്നെ ഞാൻ അപ്പോഴേ സൈഡായിട്ട് കളയുമെങ്കിൽ ഇവരാരും പറയുന്നില്ലല്ലോ, എന്താണ് പറഞ്ഞതെന്നും പറയുന്നില്ല. അതെന്തെന്നറിയാം അന്വേഷിക്കുന്നത്. കാരണം അവര് ഇങ്ങനെ ഇവരുടെ വീട്ടിലല്ലേ ഉള്ളത്. അപ്പൊ ഈ വിശേഷങ്ങളൊക്കെ അറിയാം. ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളല്ലേ. അപ്പൊ അതുകൊണ്ടൊന്ന് അറിയാനുള്ള കൗതുകം കൊണ്ട് ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കാറ്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്ന അതല്ലല്ലോ. നമ്മളിങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ പിന്നെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ചോദിക്കും, എന്നെ കണ്ടിട്ടുണ്ടെന്ന് ഒരു ദിവസം പറഞ്ഞു. അതായത് നിന്നെ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോഴും എനിക്കിത് ഇവിടെ വെച്ച് കണ്ടു, എങ്ങനെ കണ്ടു, എന്ത് കണ്ടു, എവിടെ? അപ്പൊ പറയാണ് ഈ VTNSS കോളേജിലാണ് പഠിക്കുന്നത് എന്നറിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ അവിടെ പോയിട്ടുണ്ടല്ലോ, യൂത്ത് ഫെസ്റ്റിവലിന് പോയിട്ടുണ്ട്. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്ക് കണ്ടതായിരിക്കും. ഞാൻ പെട്ടെന്ന് റീവൈൻഡ് ചെയ്ത് ഫ്ലാഷ് ബാക്കിലോട്ട് അങ്ങോട്ട് പോയി ചോദിച്ചാൽ ഇവിടേക്ക് എങ്ങനെയായിരിക്കും കണ്ടത്, ആരെയായിരിക്കും കണ്ടത് നോക്കി. ഓരോരുത്തർ വരുന്നത് ഒരു കുട്ടി പൂ കൊണ്ടു തന്നു കേട്ടോ. അവളെ ആലോചിച്ചു, അവളുമായിരിക്കും, അതായിരിക്കുമോ? ഓരോ പ്രതീക്ഷയാണ്. പിന്നെ കാല് തട്ടി വഴാൻ പോയപ്പോ ഒന്ന് താങ്ങി പിടിച്ചു, അവളായിരിക്കുമോ? അതും ഒരു പ്രതീക്ഷ. ഇത് ആരാണ്? അപ്പോഴേ ഒരു പ്രേമം, അജ്ഞാത കാമുകിയോടൊരു പ്രണയം അല്ലേ? ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നൊക്കെ എത്ര രാത്രികൾ കളഞ്ഞെന്നറിയാമോ? കവിഭാവയിൽ പോലും ആലോചിച്ചെടുത്തു. ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വച്ചു നാം കണ്ടു, ആദ്യമായി എവിടെ വച്ചു നാം കണ്ടു. ഇന്നറിയണം എവിടെ വെച്ച് കണ്ടത്. അതാണെങ്കിലേ ഞങ്ങളുടെ വീട്ടിനടുത്താണ് ജോബി ചേട്ടന്റെ വലിയച്ഛനൊക്കെ താമസിക്കുന്നത്. അപ്പൊ അവരുടെ മോളുടെ കല്യാണത്തിന് എന്തായാലും ജോബി ചേട്ടൻ വരും എന്ന് അവിടെ എല്ലാരും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് കാണണം, എങ്ങനെയൊക്കെ ഒന്ന് കണ്ടേ പറ്റുള്ളൂ. ഇത് കൊറേ നേരെ കണ്ടേ പറ്റുള്ളൂ, കാണണം, എപ്പ
കണ്ടത് പറ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ വെള്ളമൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഈ തമിഴ്നാടൊക്കെ ഏരിയയിലൊക്കെ വെള്ളം കിട്ടത്തില്ല. അപ്പോൾ അവിടെയൊക്കെ കുഴൽ കിണറാണ് ഉള്ളത്. അപ്പം ഈ അടിപമ്പി ചെന്ന് വെള്ളം അടിച്ചൊക്കെ അടിപമ്പെന്നാണ് പറയുന്നത്. അപ്പോൾ രാവിലെ എല്ലാ വെള്ളവും എല്ലാം വീട്ടിലെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചി പറയാണ്, നിനക്ക് ഇപ്പൊ വന്നാൽ നിനക്ക് ആളെ കാണാം. ഞാൻ ഇരുന്ന വെള്ളത്തിനെല്ലാം എടുത്ത് തറയിലെടുത്ത് ഒഴിച്ചിട്ട് ഈ കുടം എടുത്തോണ്ട് കുടം എടുത്തോണ്ട് അങ്ങോട്ട് പോയപ്പോഴുണ്ട് കുറച്ച് ആൾക്കാരായിട്ട് പറഞ്ഞു. പക്ഷെ നമുക്ക് നോക്കേണ്ട ആൾ ഇതല്ലേ, അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, അന്ന് ഇട്ടിരുന്ന ഡ്രസ്സ് ഇന്ന കളറായിരുന്നു, ഒരു ആഷ് കളറായിരുന്നു. നിനക്ക് ഇത്ര നീ എന്താ എങ്ങനെ കണ്ടോ? എന്റെ ചേച്ചി ചില്ലറക്കാരി അല്ല. ഞാൻ അറേഞ്ച് മാരെന്നൊക്കെ വിചാരിച്ചപ്പോ ഇങ്ങനത്തെ ഒരു ഫ്ലാഷ് ബാക്ക് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സത്യമായിട്ടും ഇത് പൊളിച്ചതാ. മെന്റ് ടു ബി അല്ലെങ്കിൽ സോൾമേറ്റ് ആവാൻ വേണ്ടി വിധിക്കപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ അതുകൊണ്ട് അല്ലേ, അതുകൊണ്ടല്ലേ ജോബി 7ാം ക്ലാസ് പഠിക്കുമ്പോ എന്താ പുള്ളിക്കാരന്റെ പേരെന്നാ? സൂസൻ. ഭയങ്കര രസമുണ്ട് കേട്ടോ. എന്നാലും വെള്ളം ഒഴിച്ച് കളഞ്ഞ മൂവ്മെന്റ്. അതിനൊക്കെ വിഷ്വൽ കിട്ടുന്നില്ലേ അയ്യോ, നമുക്ക്? എന്തായാലും സൂസൻ സൂപ്പറാ. സൂപ്പറാ. ചേച്ചി ഒരു സൂപ്പർ സ്റ്റാറിനെ അല്ലേ കല്യാണം കഴിച്ചത്? അപ്പൊ ചേച്ചിക്ക് അന്ന് എന്താ തോന്നിയത്? അന്നെ സത്യം പറഞ്ഞാല് ഒരു നമുക്കാണെങ്കിൽ ഒരു ആരാധന പോലെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ 7ാം ക്ലാസ് പഠിക്കുമ്പോ ഉള്ള ഒരു മനസ്സിലൊരു ആ ഒരു ഇതുണ്ടല്ലോ. അത് കാരണം ഭയങ്കര ഒരു ഭയമുണ്ട്. എന്ത് പറയും, എന്ത് സംസാരിക്കും, ഇങ്ങനെയുള്ള ഒരു ആകെ ഒരു ടെൻഷനൊക്കെ ആയിട്ടായിരുന്നു. ഒന്നും പറയാൻ പറ്റുന്നില്ല, ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല. ചോദ്യം കേട്ടാ, ആ ചോദ്യത്തിൽ തന്നെ ഇവിടെ സമ്മതിച്ചു. അതെന്തായിരുന്നു ചോദ്യം? വേറൊന്നുമല്ല, എന്നെ കെട്ടിയ രണ്ടുണ്ട് ഗുണം. ഒക്കത്തിനൊക്കെ ഒരു കുട്ടിയുമായി, കൂടെ നടക്കാൻ ഒരു കെട്ടിയവനുമായി. ഇഷ്ടമായിരുന്നു, അത്ര അന്ന് നല്ല ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത് വന്നപ്പം, ഈ പ്രപ്പോസൽ വന്നപ്പോഴും നമ്മൾ സമ്മതിക്കുന്നത് തന്നെ. മനസ്സിൽ അന്ന് ഇഷ്ടമുണ്ട്. വയ്യ, ചേച്ചി ഭയങ്കര റൊമാൻറ്റിക് കേട്ടോ. നമ്മളിത് എക്സ്പെക്ട് ചെയ്തില്ല. നമുക്ക് റേവി ഒന്ന് കാണാം. സൂസൻ, ഇതിന് ഇറങ്ങിയില്ലേ? ഏത് ഡ്രസ്സാ ഞാൻ ഇടേണ്ടത്? ഞാനും എൻ്റെ ആളിലെ എൻ്റെ ആളാണ് പേര് സൂസൻ. എൻ്റെ ഇഷ്ടങ്ങൾ തന്നെയാണ് ഇവരുടെയും. ജോലി കിട്ടിയപ്പോൾ നമ്മുടെ ലൈഫിൽ എൻ്റെ ഒരു മാറ്റം വന്ന് ചേഞ്ച് വന്നു. പിന്നെ അങ്ങനെ വളരെ സന്തോഷകരമായി പോവുകയായിരുന്നു. അപ്പോഴാണ് രണ്ടാം കുഞ്ഞിൻ്റെ 2.5 മൂത്ത ആൾ ജനിച്ച് 2.5 വയസ്സിന് ശേഷം ആണ് രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നത്. അവന് ആദ്യമൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു 2 വയസ്സായിട്ടും നമ്മൾ വിളിക്കും. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ വിളിക്കുമ്പോഴൊന്നും അയാൾ നോക്കുന്നില്ല. പക്ഷേ അകത്ത് അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഒരു പാട്ട്, അവന് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട് അവൻ ഓടി വരുന്ന TV കാണുന്നു. അപ്പോൾ അതെന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു. അത് നിങ്ങൾക്ക്, അപ്പോൾ അവർ പറഞ്ഞ് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷേ 2-2.5 വയസ്സിന് ശേഷം നമ്മൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുമ്പോഴാണ് അവന് ഈ ഒരു ഓട്ടിസമാണെന്ന് അറിയുന്നത്. ഓട്ടിസത്തിനെ കുറിച്ച് അന്ന് ആർക്കും അറിയില്ല. എന്താണ് ഓട്ടിസം എന്ന് ഒന്നും അറിയില്ല. അപ്പോൾ അവർ പറയുന്നു അവൻ്റെ സംസാരിക്കുന്നില്ല, അവൻ്റെ സംസാരം പതിയെ നിന്നു പോകുന്നു. 2.5 വയസ്സിലാണ് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലേ. അച്ഛനമ്മയെ പറ്റി പറയുകയാണെങ്കിൽ, അച്ഛൻ പണ്ട് മുതലേ എല്ലാ ഷോസിലും അതുപോലെ TVസിലൊക്കെ നമ്മൾ കണ്ട് പരിചയമുണ്ട്. അച്ഛൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ എൻ്റെ അമ്മയെന്ന് പറയുമ്പോഴത്തേക്കും അനിയനെ നോക്കി, നമ്മളെ കാര്യങ്ങൾ നോക്കി ഫുൾ ടൈം വീട്ടിലായിരുന്നു ഇതുവരെയുള്ള കാലങ്ങൾ. പക്ഷേ അമ്മയ്ക്ക് ഇനി മുതൽ ഈ ഒരു ഷോയിൽ കൂടെ നമ്മൾ കാണുമ്പോഴത്തേക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എൻ്റെ അമ്മയ്ക്കും. അവരുടെ മക്കൾ അതിന്റെ കൂടെ ഉണ്ടാവണം. കാരണം ചേച്ചിയുടെ ആണെങ്കിലും ചേട്ടനാണെങ്കിലും ജീവിതത്തിന്റെ ഒരു മേജർ പാർട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചായിരുന്നു. ഇപ്പോഴാണ് അല്ലെ നിങ്ങളുടേതായിട്ടുള്ള ചില സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്. മക്കൾ കൂടെ വന്നിട്ടുണ്ടോ?
വന്നിട്ടുണ്ട് അല്ലെ? നമുക്ക് അവരെയും കൂടി ഇങ്ങോട്ടേക്ക് ഒന്ന് വിളിക്കാം. എന്റെ പേരെന്താ? ചിച്ചു. കുഞ്ചു. ഓക്കെ. മോന്റെ പേര്? സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ്. ഓക്കെ. അപ്പൊ അച്ഛനെ അമ്മയെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ കേട്ടു. പക്ഷെ അതിനകത്ത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ വലിയ കുട്ടികളാന്ന് അല്ലേ? അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടായിരുന്നു ചേച്ചിയുടെ ലൈഫ് അല്ലേ? നമുക്കറിയാം ചേട്ടൻ ആർട്ടിസ്റ്റ് ആണ്, ചേട്ടൻ തിരക്കുകളിലേക്ക് ആവും. അപ്പൊ ചേച്ചിയുടെ ലൈഫ് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ലൈഫായിരുന്നു അല്ലേ? 1 വയസ്സ് കഴിയുമ്പോഴാണല്ലോ അറിയുന്നത്. അന്ന് മുതൽ നമുക്ക് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മോൻ. മോനാണെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് വയലൻ്റ് ആകും, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ആ ഒരു അവസ്ഥയിലൊക്കെ 10-16 വർഷം വരെ വളരെ ഞങ്ങൾ എന്നുവെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുന്ന നിൽപ്പിൽ ആളെ കാണൂല, എവിടെയെങ്കിലും അങ്ങ് ഓടിക്കളയും. രാത്രിയൊക്കെ ചിലപ്പോൾ വീട്ടിൽ നമ്മളിങ്ങനെ അത്രയും നേരം നോക്കിയിരിക്കുകയായിരിക്കും, എപ്പോഴെങ്കിലും ഒന്നൊരു നമ്മുടെ ആബ്സെൻറ്റ് മൈൻഡിൽ ഇയാൾ ഇറങ്ങിപ്പോയിട്ട് രാത്രി കാണാതായിട്ടുണ്ട്. അടുത്ത കുളത്തിൽ നിലയില്ല വെള്ളത്തിൽ ഇങ്ങനെ കൈയിട്ടടിക്കുന്ന, അത് രാത്രി സമയത്ത് നമ്മൾ എവിടെ പോയി കണ്ടെത്തും കുഞ്ഞിനെ? ആ സമയത്തൊക്കെ ഓടിയിട്ടുള്ള ഓരോരോ അപ്പോഴൊക്കെ അടുത്ത വീട്ടിലുള്ള നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കുന്നതിന് മുന്നേ പോകുമായിരിക്കും. അപ്പോൾ അടുത്ത വീട്ടിലുള്ളവരൊക്കെ പറയും നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ നോക്കാമെന്ന്. പക്ഷെ അവർക്ക് നോക്കാൻ പറ്റില്ലേ, നമ്മൾ ഇത്രയും നോക്കിയിട്ടും നമ്മളെ ആളുകൾക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ്. അതെ 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 അങ്ങനെയുള്ള ഓരോരോ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ഇത്രയും എൻ്റെ മകൻ മാറി. അത് എൻ്റെ ദൈവത്തിൻ്റെ ഒരു വലിയൊരു കഴിവാണ്. അത് കഴിഞ്ഞിട്ട് അവനെ നോക്കിയ അവനെ ഈ ഒരു ട്രെയിൻ ചെയ്ത അധ്യാപകരുണ്ട്, അവരുടെ എല്ലാവരുടെയും ഒരു ഗുരുക്കന്മാരുടെ എല്ലാവരുടെയും ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും അവനൊരു മാറ്റം ഉണ്ടായത്. പ്രണയം മാത്രമല്ല ജീവിതം, സാക്രിഫൈസും കൂടെയാണ് കാണിച്ചു തന്ന ചേച്ചിയാണ്. ഞാൻ ഒന്ന് എണീറ്റ് കൈയടിച്ചോട്ടെ. ജോബിയുടെ കുടുംബവിശേഷങ്ങൾ കണ്ടു. വലിയ അനുഭവങ്ങളുള്ള ജോബി, അതുപോലെ സൂസൻ, എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും നിങ്ങൾക്കുണ്ടാവട്ടെ. എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. ദൈവം സൂസൻ, നമ്മൾ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുന്ന ആളുകളെ പിന്നീട് ദൈവം ഒരുപാട് ഉയർത്തും, ഒരുപാട് അനുഗ്രഹം. കാരണം വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി, ഭയങ്കരമായിട്ട്. കാരണം വെച്ചാൽ അത്രയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളങ്ങ് സ്പർശിച്ചു. സൂസൻ വളരെ രസകരമായ ഒരു ലവിൽ തുടങ്ങി, അതിൻ്റെ ആ സന്തോഷത്തിൽ തുടങ്ങി. ഞാനിത് അറിയില്ലായിരുന്നു, എനിക്ക് മക്കളുടെ കുട്ടികളുടെ കാര്യം, ജോബിയുടെ വേറെ കഥകളൊന്നും എനിക്കറിയില്ല. ഫ്രഷായിട്ട് കേട്ടപ്പോൾ ഞാൻ വളരെ എന്തായാലും നമിക്കുന്ന കേട്ടോ നിങ്ങളെ മൊത്തത്തിൽ. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇവനെ ഞങ്ങൾക്ക് തന്നത് ഒരുപാട് സന്തോഷം ദൈവത്തിനോട്. അത് കൃത്യമായിട്ട് വളർത്താൻ കഴിവുള്ളവരുടെ ഇടയിലാണ് തന്നിരിക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് തന്നത് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവല. ചേട്ടാ ദേ ഇവിടെ അമ്മയും മോനും കൂടെ സ്നേഹിച്ച് കളിക്കുന്നു, കാണുന്നുണ്ടോ? നമ്മൾ പറയുന്നത് അവൻ അറിയുന്നുണ്ട്, പക്ഷെ അവന് തിരിച്ച് പ്രതികരിക്കാൻ അറിയില്ല, തിരിച്ചു പറയാനറിയാം. നമ്മൾ പറയുന്ന എല്ലാം മനസ്സിലാക്കും. ഏത് സാധനം എടുത്തിട്ട് വരും മോനെന്ന് പറഞ്ഞാലോ എന്ത് പറഞ്ഞാലും കേൾക്കും, പക്ഷെ അത് തിരിച്ചിങ്ങോട്ട് നമ്മളടുത്ത് പറയാൻ പറ്റുന്നില്ല, അത് അറിയില്ല. അപ്പോൾ ജോബി ചേട്ടൻ പറഞ്ഞതാണ്, റൈറ്റ് ആയിട്ടുള്ള ആളുകൾക്കാണ്, അവരെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്കാണ് ദൈവം അവരെ സമ്മാനിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ജോബി ചേട്ടൻ ആ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നമുക്ക് വീണ്ടും പറയാനുള്ളത്. അപ്പോൾ സിദ്ധാർത്ഥ് പറയൂ, അച്ഛനും അമ്മയും ദാ ഇങ്ങനത്തെ ഒരു സ്പേസിലേക്ക് വരികയാണ്. അപ്പൊ ശരിക്കും മോന്റെ സപ്പോർട്ട് നല്ലോണം വേണം, കാരണം അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരണമെങ്കിൽ അല്ലേ? ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും അവർക്ക് ഉണ്ടാവും. മെയിനായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല. അടുക്കള വിട്ടാ കുഞ്ചു വിട്ട അടുക്കള, നമ്മുടെ കാര്യങ്ങൾ മാത്രമായിട്ട് നടന്ന അമ്മയാണ്. അമ്മ സൂപ്പർ അമ്മ അല്ലേ? സൂസൻ സൂപ്പറാ. സൂസൻ സൂപ്പർ. നമുക്ക് ഇതിന്റെ ഒരു ടാഗ് ആക്കിയത് മാറ്റിയല്ലോ, സൂസൻ സൂപ്പറാ. ഓ മൈ ഗോഡ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ. ജോബി ചേട്ടന്റെ ഫാമിലിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അത്രയും സന്തോഷത്തിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ യാത്രയും ഈ കഥയും ഒക്കെ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇൻസ്പിറേഷൻ ആയേക്കാം, മോട്ടിവേഷൻ ആയേക്കാം. അപ്പൊ ആ കഥകളൊക്കെ ആയിട്ട് നമ്മൾ ഇനി തുടർന്നുള്ള എപ്പിസോഡുകളിലും കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്കൊരു ഗംഭീര കയ്യടി കൊടുക്കാം അവർക്ക് അല്ലേ?
ജോർജ് ചേട്ടാ, ഈ കണ്ടത് മനോഹരം കാണാത്തത് അതിമനോഹരം എന്ന് പറഞ്ഞ പോലെ ഇനി ഇങ്ങോട്ടേക്ക് ചില കിടിലൻ ടീമുകൾ വരാനുണ്ട്. അപ്പൊ അടുത്ത ആളെ വിളിക്കാൻ പോവാണേ. നമ്മുടെ സി കുടുംബാംഗങ്ങൾ തന്നെ വേണം പുതിയ കുടുംബാംഗങ്ങളെ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് മിസസ് ഹിറ്റ്ലർ എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിലെ നായികനായകന്മാരായ മേഘ്ന ആൻഡ് അരുൺ. നിങ്ങൾക്ക് പുറത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലോ അല്ലേ? അപ്പൊ എന്താണ് നിങ്ങളുടെ അടുത്ത പരിപാടി? അടുത്ത പേരിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് മേഘ്നയ്ക്ക് കുറച്ചധികം സന്തോഷമുള്ള കാര്യമായിരിക്കും അല്ലേ? അതെ, ഈ പേരിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷമുണ്ട്. കാരണം അടുത്ത പേര് യമുന റാണി. പുള്ളിക്കാരത്തി എന്താ പറയാ, എനിക്ക് 4-5 വർഷം ഞങ്ങൾ ഒന്നിച്ച് ഒരു മെഗാ സീരിയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലി പോലെ ഞങ്ങളൊരു 4-5 വർഷം ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്നെ തന്നെ വിളിച്ചതിൽ. പിന്നെ അപ്പോൾ യമുന ചേച്ചി എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ചേച്ചിയുടെ ഒരു പില്ലർ ഓഫ് സപ്പോർട്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് ഡോക്ടർ ദേവൻ അയ്യങ്കാർ. പുള്ളി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഒരുപാട് വർഷങ്ങളായിട്ട് അമേരിക്കയിലാണ്, US-ലാണ്, ഇപ്പോൾ നാട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാൻ രണ്ടുപേരെയും. യമുന റാണി ആൻഡ് ദേവൻ. യമുന ചേച്ചി ആൻഡ് ചേട്ടാ നമസ്കാരം. മൈക്ക് പിടിച്ചിട്ട് പറയണം. നമസ്കാരം. നമസ്കാരം പറഞ്ഞിട്ടാണോ അതോ മൈക്ക് പിടിച്ചില്ല? ഞാൻ വിചാരിച്ചു ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നതായി കൊണ്ട് നമസ്കാരം പറഞ്ഞ ശീലമില്ലേ? അവിടെ മൈക്കില്ലല്ലോ. എന്റെ ദൈവമേ, തുടങ്ങിയിട്ടുണ്ട്. ജോണി ചേട്ടാ, ഇതൊരു 1-1.5 ഐറ്റമാണ്. നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ബിഫോർ ദാറ്റ്, ഇവരുടെ ഒരു 5 വർഷത്തെ ജേർണിയിൽ എന്തെങ്കിലും അങ്ങനെ ഓർത്തെടുക്കാവുന്ന ഒരു മെമ്മറി? അയ്യോ, 5 വർഷം ഒരുപാടുണ്ട്. അത് ചിലപ്പോ ഈ 2-3 എപ്പിസോഡിലൊന്നും അത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അല്ലെ? ശരിക്കും അതിലെ കഥാപാത്രം വൈസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ മേഘനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടർ എന്ത് വിഷമം വല്യമ്മ എന്തൊക്കെ കൊള്ളത്, എന്ത് ദമാടത്തരം ചെയ്താലും അല്ല അവള് ചെയ്തതാണെങ്കിൽ അത് ശരിയായിരിക്കും പറഞ്ഞ് സപ്പോർട്ടായി. ആകെ ഒരു ഉത്തരേ ഉള്ളൂ, അവള് പാവം, അവള് ചെയ്തതാണെങ്കിൽ അവളെല്ലാം ഓക്കെയാണ്, അവളെല്ലാം ശരിയാണ്. നമ്മളിപ്പോ ഒരു ഗ്യാപ്പ് വന്നില്ലേ 4 വർഷം മുന്നേ അല്ലേ? 4 വർഷം മുന്നേ. 4 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു വലിയൊരു ഷോയുടെ ഭാഗമായി തന്നെ മേഘനെ കാണാൻ പറ്റുകയും സംസാരിക്കാൻ പറ്റുകയും ശരിക്കും മേഘനയുടെ അമ്മയായിട്ടായാലും അമ്മുമ്മയായിട്ട് മേഘന എവിടെ പോയാലും അമ്മയും അമ്മുമ്മയും കൂടെ എപ്പം നോക്കിയാലും ഒരു അപ്പുറം ഇപ്പുറമായിട്ട് ഫാമിലി പാക്കേജ് ആണ്. അതെ അതെ. അപ്പൊ എല്ലാരും കാണാൻ പറ്റിയ തന്നെ വലിയൊരു സന്തോഷം. പിന്നെ ഈ ഒരു ഷോയിലേക്ക് എന്നെയും ദേവേട്ടനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തത് മേഘനയും അരുണുമാണ്. വലിയ സന്തോഷം. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. സീറ്റിലേക്ക് ഗ്രൂമിങ്ങിനൊക്കെ വന്ന സമയത്ത് കണ്ടു പരിചയപ്പെട്ടപ്പോ തന്നെ ഇവരൊരു പൊളിക്കും എന്ന് എനിക്ക് ഭയങ്കര ഷുവറായിട്ടുള്ള കപ്പിൾസ് ആയിരുന്നു, യമുന ചേച്ചി ആൻഡ് ദേവൻ ചേട്ടൻ. അല്ല, എനിക്ക് പറയാനാണെങ്കിൽ അശ്വതി അല്ല എല്ലാവരോടുമായിട്ട് പറയാനുള്ള ഇതുവരെ ഞാനത്
ഇത്ര ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല ഈ ഒരു സംഗതി. ദേവേട്ടനോടും പറഞ്ഞിട്ടില്ല. സത്യം എനിക്ക് അത് പറയാൻ തോന്നിയ റീസൺ എന്താണെന്നറിയോ? ഇവിടെ വന്ന എല്ലാ കപ്പിൾസും അവരുടെ ലൈഫ് മൂമെന്റ്സ്, അവരുടെ പ്രൊഫൈൽസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ഒരു ഫീല് വന്നു. അല്ലല്ല, സീരിയസ്ലി എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ട് തോന്നി ഓരോരുത്തരുടെ പ്രൊഫൈൽസും. അപ്പം ആ ഒരു ഇതല്ല നമ്മുടെ ലൈഫ് സ്റ്റോറി ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ആ ഒരു പ്രൊഫൈൽസ് കണ്ടപ്പോൾ എന്താന്ന് വെച്ചാൽ അതേ ഒരു ഇത് ദേവേട്ടൻ എല്ലാ മനുഷ്യർക്കും ഒരു സെക്കൻഡ് ലൈഫ് ഉണ്ട്, സെക്കൻഡ് ചാൻസ് ഉണ്ടെന്ന് ദേവേട്ടൻ പ്രൂവ് ചെയ്ത് എൻ്റെ ലൈഫിൽ കാണിച്ചു എന്നുള്ള സത്യം. സത്യം ഞാനും എൻ്റെ 2 പെൺകുട്ടികളാണ് എനിക്ക്. ഞങ്ങളൊരു എന്താ പറയുക, മറ്റേ വരണ്ട മരുഭൂമിയോലൊക്കെ കിടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ. അവിടത്തേക്ക് എനിക്കറിയില്ല, അത് എനിക്ക് വാക്കുകളില്ല അത് പറയാൻ. അത്ര എന്നെയും എൻ്റെ മക്കളെയും കൈക്കൊമ്പിളിലെടുത്ത് ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ഫാമിലി സത്യസന്ധമായി പറയാം ഒരു സ്വർഗം പോലെ ദേവേട്ടനാക്കി എന്നുള്ള സത്യം. അത് അപ്പോഴേ പറഞ്ഞതാണ് ഞാനത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തോന്നിയത് വലിയൊരു ഇതായി പോകും തോന്നി. എല്ലാവരും ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ ലൈഫിൽ ദേവേട്ടൻ വന്നതിന്റെ. സത്യം അത് ദൈവത്തിനോട് നന്ദി പറയാ. കൂടുതൽ കാര്യങ്ങൾ പറയാൻ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഇവരുടെ പ്രൊഫൈൽ ഒന്ന് കാണാം. ഞാനിന്നിവിടെ കാത്തു നിൽക്കുന്നത് അവൾക്ക് വേണ്ടിയാണ്, എൻ്റെ ജീവനായ അമ്മൂസിന്. ഒരു സർപ്രൈസ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമാവോ നോക്കാല്ലേ? മേഘജാലം മേലേ മദാരയാൽ ചിരിയേകി വിരിയുമീ നവീനഭാവം പൊഴിയുമീ നിലീനമൗനം അറിയുമീ സുഖാനുരാഗം ആദ്യമായി മനോഗതം സഖി അരിഞ്ഞേ ശുഭാദ്രമായ ദിനം സലോലം. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെയൊക്കെ സ്വന്തം യമുന. ഞാൻ നിങ്ങളുടെയൊക്കെ സ്വന്തം യമുനയുടെ സ്വന്തം ദേവേട്ടൻ. നമസ്തേ. എനിക്ക് ദേവേട്ടൻ്റെ കാര്യത്തിൽ നിന്നുള്ളൊരിത് ഞാൻ ഏറ്റവും കല്യാണം കഴിക്കാം എന്നുള്ളൊരു പോയിന്റ് എടുത്തത് മറ്റൊന്നുമല്ല, എൻ്റെ മക്കൾക്ക് നല്ലൊരു അച്ഛനായിരിക്കും. സാധാരണ ഒരു അറിയപ്പെടാത്തൊരു പെൺകുട്ടിയെ പോലെയല്ല യമുന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു കാപ്പ് കുടിക്കാൻ ഒരു കോഫി ഷോപ്പിലിരുന്നാൽ പോലും ദേവൻ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചി? ഇല്ല, അതിന് മുന്നേ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ. കാരണം പിന്നെ കരയിപ്പിക്കുന്ന കാര്യമല്ല, ജോണി ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് അത് പറഞ്ഞേ പറ്റൂ. ജോണി ചേട്ടൻ ഞാനൊരു മമ്മൂക്കയുടെ ഭയങ്കര കടുത്ത ആരാധികയാ. മമ്മൂക്കയുടെ കൂടെ കുറേ പടം, ഫസ്റ്റ് പടം പോലും മമ്മൂക്കയോടാണ് ഞാൻ ചെയ്തത്, സ്റ്റാലിൻ ശിവദാസ്. അത് കഴിഞ്ഞ് കുറേ പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ മമ്മൂക്കയ്ക്ക് ഇതുവരെ അറിയത്തില്ല ഞാൻ ഇത്ര കട്ട ആരാധികയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിനും മക്കൾക്ക് മാത്രമേ അറിയൂ. ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും പറയും എൻ്റെ മമ്മൂക്കയുടെ അത്ര ആയിട്ടില്ല, എൻ്റെ മമ്മൂക്കയുടെ അത്ര ആയിട്ടില്ല. ഇത് എപ്പോഴും സ്ഥിരം പറയുന്ന കാര്യങ്ങളാണ് മക്കളോടും ചേട്ടനോടും. അപ്പം ഇത് ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ്. അപ്പം എപ്പോഴോ സംസാരിച്ച സമയത്ത്, ഈ കല്യാണത്തിന് മുന്നേ സംസാരിച്ച സമയത്ത് ഈ സംഭവം ഞാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര മമ്മൂക്കയാണ് എൻ്റെ ആരാധന കഥാപാത്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഈ ബുക്ക് എനിക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ട് തന്നതാ. ഞാൻ നോക്കിയപ്പോൾ മമ്മൂക്ക ഒപ്പിട്ടിരിക്കുന്നത്, സ്വന്തം മമ്മൂക്ക. ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ പുള്ളി സ്വന്തമായിട്ട് ഒപ്പിട്ടോട്ട്
എന്ന് നിന്റെ മമ്മൂക്ക എന്നെ ഉദ്ദേശിച്ചത്. അതെ അതെ, പുള്ളി ഉദ്ദേശിച്ചതാണ്. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് എത്തൂലെന്ന് ഞാൻ പറഞ്ഞു. നേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ പൊതുവെ എല്ലാവരും പറയും ഒരു കല്യാണം കഴിച്ചവരുടെ അടുത്ത് പിന്നെ കല്യാണത്തിന് കാര്യം ഒന്ന് കഴിച്ചത് കൊണ്ടേ മതിയായി എന്ന് ജനറലി നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ രണ്ടാമത് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ഒരുപാട് വട്ടം ആലോചിച്ചിട്ടുണ്ടാവും നമ്മൾ അത്രയും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണോ എടുക്കുന്നത് എന്നുള്ളത്. ദേവേട്ടൻ എന്തുകൊണ്ടാണ് റൈറ്റ് ആയിട്ടുള്ള ആളെ കിട്ടിയത് കൊണ്ടാണോ അതോ യു വെർ ഇൻ നേരത്തെ ഒരാളെ അന്വേഷിക്കുന്ന ഒരു പ്രോസസ്സിലായിരുന്നോ? അയ്യോ അല്ല, ഞാൻ ആരും അന്വേഷിക്കുകയല്ലായിരുന്നു. ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ആ വീട് ഞാനൊരു വീട് പടുന്നുണ്ട്, അത് ഫിനിഷ് ചെയ്തിട്ട് നേരെ സ്പെയിനിൽ പോയി സെറ്റിൽ ചെയ്യാന്നുള്ളതാണ്. അതെ അതെ, പുള്ളിക്ക് സ്പെയിൻകാരികളോട് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കും, സ്പെയിനിലോട്ട് അങ്ങനെ ഉദ്ദേശമുണ്ടോ ചോദിക്കാറുണ്ട്. അല്ല, കാരണം എൻ്റെ മോളൊരു ഷീസ് എ സിംഗർ, ഷീസ് ആൻ ആസ്പയറിംഗ് ഓപ്പറ സിംഗർ. അവിടെ ആകുമ്പോൾ ഓപ്പറ ഹൗസസ് ഒക്കെ ഉണ്ട്. അപ്പൊ മോൾ വിൽ എൻ്റെ മോൾ എന്തായാലും അവിടെ യൂറോപ്പിൽ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ അവിടെ എവിടെയെങ്കിലും ഞാനും കൂടി സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ മോളെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതായിരുന്നു മനസ്സിലെ ആഗ്രഹം. അല്ലാതെ പിന്നെ കല്യാണം കഴിക്കാനോ അങ്ങനെയുള്ള യാതൊരുവിധ ഒരു കൂട്ട് വേണം അപ്പൊ തോന്നിയിട്ടില്ല. കൂട്ട് വേണം, ഞാൻ മോളോട് പറഞ്ഞു ഇനി എനിക്ക് കൂട്ടും വേണ്ട പൂട്ടും വേണ്ട. അപ്പൊ മോൾ പറഞ്ഞു, അതെ, യു ആർ an old man. I am an only child and I am not going to take care of you. എനിക്ക് വേറെ പണിയുണ്ട്, അപ്പന്റെ കാര്യം നോക്കി. അതുകൊണ്ട് you better start looking for someone എന്ന് എന്നോട് തമാശയായിട്ടാണെങ്കിലും. നമ്മുടെ ഇവിടെ നാട്ടില് സാധാരണ പിള്ളേർ എന്താ പറയുന്ന അറിയോ, അച്ഛനും അമ്മയും എങ്ങാനും വേറെ കല്യാണം കഴിച്ച് ഞങ്ങൾക്ക് മാനക്കേട് ഉണ്ടാക്കിയ അല്ലേ? ആ ഒരു അപ്രോച്ച് ഒരു ഡിഫറൻസ് അല്ലേ? എനിക്ക് യമുനെ അറിയാം, ഈ പറഞ്ഞ പോലെ ഞാൻ ഇതായിട്ട് പറഞ്ഞതല്ല ദേവൻ ഭായ്. അപ്പം എനിക്ക് നിങ്ങളോട് ഒരു ബഹുമാനമുണ്ട്. കാരണം ഞാൻ ഒരുപാട് കാലം കൂടി യമുന ഇത്രയും സന്തോഷിച്ച് കാണുന്നു. അങ്ങനല്ല, അപ്പൊ ഞാൻ പല ഫംഗ്ഷനും യമുനെ കണ്ടിട്ടുണ്ട്, പല ഇതുപോലുള്ള റിയാലിറ്റി ഷോ, അതുപോലെ തന്നെ ഒരു അമ്പലത്തിലെ പ്രോഗ്രാം. പിന്നെ നമ്മള് സിനിമ ചെയ്തു ഇട്ടിമാണി എന്റെ അതെ അതെ. അപ്പൊ ആ സമയത്ത് ഞാൻ പക്ഷെ എന്തോ ഒരു ഹാപ്പിയായിട്ട് സ്മാർട്ടായിട്ടിരിപ്പുണ്ട് എന്തോ. പക്ഷെ ഇത്രയും ഇതൊരു വളരെ ഒരു എസ്കേഷൻ മൂഡിൽ ഭയങ്കര ഹാപ്പി ആയിട്ട്, അത് താങ്കളുടെ താങ്കൾ കൊടുക്കുന്ന ഷെൽട്ടർ കൊണ്ടും ഇതാണ്. എന്തായാലും നിങ്ങളുടെ ആ ബന്ധം അങ്ങോളം നിലനിൽക്കട്ടെ. എല്ലാ ഇവിടെ വന്നിട്ടുള്ള എല്ലാ കണ്ടസ്റ്റന്റിന്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന യമുനയ്ക്കും ദേവൻ ഭായിക്കും ഉണ്ടാവും. ദേവേട്ടൻ ഒരു കുഞ്ഞു ടാസ്ക് ഉണ്ട്. ദേവേട്ടൻ നന്നായിട്ട് എഴുതുന്ന ആളാണെന്ന് നമുക്കറിയാം. ദേവേട്ടൻ കവിത എഴുതുന്ന ആളാണ്, കവിയാണ്. അപ്പൊ ഈ കവി അമേരിക്കയിൽ പോയിട്ടും മലയാളം മറക്കാത്ത കവി ഭാര്യയെ ഒന്ന് വർണ്ണിക്കാവോ? ഒരു 5 സെന്റൻസ് അല്ലെങ്കിൽ 5 വരി ഭാര്യയെ ഒന്ന് വർണ്ണിച്ച്, സ്വഭാവത്തിനെ ആവാം, സൗന്ദര്യത്തെ ആവാം, ബുദ്ധിയെ ആവാം. എഴുതിയത് പറഞ്ഞാ മതി, നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഒരു കവിത എഴുതിയിട്ടുണ്ട്. നമുക്ക് വേണ്ടിട്ടൊന്നും ആരും ഒരു പ്രതി പോലും എഴുതുന്നില്ലല്ലോ. വഴിമറന്നെങ്ങോ പറന്നരാ പാടിക്ക് നെഞ്ചിന്റെ ഈണം വെളിച്ചമാക്കി, ഹൃദയത്തിൽ തെല്ലിടം കൂടായി നൽകി നീ ജന്മാന്ത സുഹൃതം പകർന്നതല്ലേ. ഇവിടെ ഇപ്പൊ കരയാൻ മാത്രം എന്തോണ്ടോ എനിക്ക് അറിയാൻ വല്ലാണ്ട് ചോദിക്കാം. നിങ്ങൾ ഇവിടെയുള്ള വന്നിരിക്കുന്നവർ ഞങ്ങളുടെ അവസ്ഥ കൊണ്ടൊന്ന് മനസ്സിലാക്കും. അപ്പൊ ദേവേട്ട യം ചേച്ചി, നമുക്ക് ഒരുപാട് കഥകൾ പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഇരിക്കാനുള്ളതാണ്. ഇനി ഒരുപാട് വട്ടം നമുക്ക് കരയേണ്ടി വരും. അതെ, അപ്പൊ നല്ലൊരു ഗംഭീര കൈയ്യടി കൊടുത്ത് നമ്മുടെ ഈ സൂപ്പർ ഡ്യൂപ്പർ കപ്പിളിന്. ദേവേട്ട ആൻഡ് യം ചേച്ചി, താങ്ക് യു സോ മച്ച്. ഞാനും എന്റെ ആളും എത്ര വിശേഷങ്ങൾ പറഞ്ഞാലും തീരില്ല. അതിപ്പോ ഇവരുടെ കഥകൾ കേട്ട് തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ഒരുപാട് കഥകളും ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള മൊമെന്റ്സും നമ്മൾ വിറ്റ്നസ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ ഇനി ഇതൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. അതുവരെ നമ്മൾ ചെറിയൊരു ഇടവേള. അടുത്ത ആഴ്ച കാണാം. ഇത് ക്യാമറി ഐസ്ക്രീം, ലവ് ഹാസ് മെനി ഫ്ലേവേഴ്സ് ആൻഡ് ഈസ് കോ പ്രസൻസ് ഞാനും എന്റെ ആളും, കോ പവേർഡ് ബൈ പൂജ രാഗ്നി, കോസ്മെറ്റിക് പാർട്ട്ണർ ഡാസ്ലർ എറ്റേണ, വേ ടു സ്റ്റാർഡം.